അമേരിക്ക 17 യുദ്ധക്കപ്പലുകളെയാണ് ഇറാൻ അടിച്ചമർത്താൻ വേണ്ടി ഇപ്പോൾ ആ മേഖലകളിൽ വിന്യസിച്ചിട്ടുള്ളത് എന്നാണ് ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 300 മുതൽ 7000 വരെ ആളുകളെന്നും ചിലതിൽ 300 മുതൽ 4900 സൈനികർ വരെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒറ്റ അടിക്ക് ഇറാന് കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറാൻ്റെ മണ്ണിലേക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ കടലിലേക്ക്, പേർഷ്യൻ കടലിലേക്ക് ഈ അമേരിക്ക ഇത്രയും യുദ്ധക്കപ്പലുകളെ വിന്യസിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ അടുത്തൊന്നും ഇത്രമേൽ യുദ്ധക്കപ്പലുകളെ വിന്യസിച്ചിട്ടില്ല എന്നതാണ്, ഒരു യുദ്ധത്തിന് പോലും ഇത്ര അധികം അമേരിക്ക മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് വരുന്നത്. അവിടെയാണ് അമേരിക്കയുടെ നാശം എന്ന് പറയുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ അമേരിക്കയുടെ തകർക്കാൻ വേണ്ടി ഇറാൻ വലിയ രൂപത്തിൽ ആക്രമണം അയച്ചുവിടുകയാണെങ്കിൽ ഈ യുദ്ധക്കപ്പലുകളൊക്കെ ടോർപിഡോ കൊണ്ട് അമർത്തുകയും അത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുക്കിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 300ഉം 7000 വരുന്ന അല്ലെങ്കിൽ 4900 വരുന്ന സൈനികരും ഈ കപ്പലിൻ്റെ കൂടെ ആഴിയിലേക്ക് ഇറങ്ങിപ്പോകും. അത് വലിയ ഒരു സൈനിക ഷോർട്ടേജിന് കാരണമാവുകയും അത് വലിയ പ്രതിസന്ധി ലോകത്തുണ്ടാക്കുകയും അമേരിക്ക പിൽക്കാലത്ത് ട്രംപ് എന്നല്ല അമേരിക്ക തന്നെ ലോക പോലീസ് എന്ന് പറയുന്ന ലെവലിലേക്ക് ഈ ഉയർത്തെഴുന്നേറ്റ് വരാൻ കാലങ്ങൾ എടുക്കുകയും ചെയ്തേക്കാമെന്ന ഒരു വിലയിരുത്തലുകൾ കൂടിയുണ്ട്. എന്താണെങ്കിലും അമേരിക്കയെ മുക്കിക്കളയുമെന്ന് ഇവിടെ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാൻ്റെ ഈ ടോർപിഡോ ഫലത്തെക്കുറിച്ച് ലോകത്ത് അത്ര കണ്ട് ആർക്കും പരിചയമില്ല. ഈ മൈൻ വിതരണം നടത്തിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പെട്ടെന്ന് ആ അപകടം വരുത്താൻ ഈ ഇറാന് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇത്രയും വലിയ സമുച്ചയം അല്ലെങ്കിൽ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒറ്റയടിക്ക് ഈ അമേരിക്ക ഇങ്ങനെ വിന്യസിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അമേരിക്കയെ തന്നെ യുദ്ധതന്ത്രത്തിൽ പാളിച്ച വന്നേക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണേണ്ടി വരും. അമേരിക്കയുടെ ഇത്രയും വലിയ യുദ്ധസന്നാഹങ്ങളും കപ്പലുകളും എല്ലാം ഉണ്ടായിട്ട് പോലും ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ഭീഷണിപ്പെടുത്തലിന് ഒരിക്കലും കീഴ്പ്പെടില്ല എന്ന് അബ്ബാസ് അരാച്കിയും അതുപോലെ പെഷസ്കിയാനും ആയത്തുള്ള ഖാംനയും വീണ്ടും ഈ അമേരിക്കക്കെതിരെ വളരെ വലിയ രൂപത്തിൽ ധാർഷ്ട്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആത്മധൈര്യത്തോടുകൂടെ പറയുമ്പം അവിടെയാണ് പാശ്ചാത്യ ലോകത്ത് ഇത്രമേൽ ധൈര്യം കിട്ടുന്നത് ഇവർക്ക് എവിടെ നിന്നാണെന്നുള്ള ചോദ്യം ഉയരുന്നത്. ഈയിടെയായിട്ട് ട്രംപ് തന്നെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ സംവിധാനങ്ങളൊന്നും കണ്ടിട്ട് ഇറാൻ പേടിക്കുന്നില്ല, അതിൻ്റെ പിന്നിൽ എന്താണ് ഇത്ര അവർക്ക് ധൈര്യം ലഭിക്കാൻ കാരണം? അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, അവർക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നടന്നു, ആയുധം അഥവാ ആണവായുധം രൂപീകരണം അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കിക്കഴിഞ്ഞു എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നത് അമേരിക്കയുടെ ശത്രുവായിട്ടുള്ള ചൈനയും അതേപോലെ തന്നെ റഷ്യയും ഇറാൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം കൂടി ഇറാനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടും കാണിച്ചു കൊടുത്തിട്ടും ഈ ഒരു ധൈര്യം അവർക്ക് ചോർന്നു പോകാത്തത്. ഒരു കാര്യം മനസ്സിലാക്കാം, പേർഷ്യക്കാരെന്ന് പറയുന്നത് നല്ല ധൈര്യശാലികളാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സൗണ്ട് കേൾക്കുമ്പം എലികൾ ഓടി ഒളിക്കുന്നത് പോലെ മാളത്തിൽ ഒളിക്കുന്ന ആളുകളല്ല. ഒരുപാട് കാലം ഇറാഖുമായി യുദ്ധം ചെയ്തവരാണ്. അതിലേറെ കാലം ഉപരോധം കൊണ്ട് കഷ്ടപ്പെട്ട് യാതനകളും വേദനകളും ജീവിതത്തിൻ്റെ അങ്ങേയറ്റം അനുഭവിച്ചവരാണ്. അതുകൊണ്ട് സുഖലോലഭതയിൽ കഴിയുന്ന ജൂതനിക്കോ നസ്രാണിക്കോ ഈ വിഭാഗത്തെ അത്ര കണ്ടിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നത് ലോകം തന്നെ സാക്ഷ്യം പറയുകയാണ്. അവിടെയാണ് ഈ ട്രംപ് പരുങ്ങൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ട്രംപിൻ്റെ മുഖ്യധാര വലിയ കോമഡി വാക്കുകളൊന്നും അത്ര കണ്ടിട്ട് വില പോകാത്തത്. അവിടെ ഈ ഇറാൻ്റെ ഏറ്റവും വലിയ ഭരണകൂടം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയുള്ള ഭരണകൂടമായിട്ടാണ് അവരുടെ ഒരു റിപ്പോർട്ട് പ്രകാരം, ഒരു പഠന റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഇക്കാലം അത്രയും ജനങ്ങൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്തതിനേക്കാൾ 100 ഇരട്ടി അഥവാ നേരത്തെ ഉള്ളതിനേക്കാൾ ഡബിൾ മടങ്ങായിട്ട് ഇന്നത്തെ സർക്കാരിനെയും അവരെടുക്കുന്ന തീരുമാനങ്ങളെയും വളരെ വലിയ രൂപത്തിൽ പിന്താങ്ങുന്ന ഒരു സമൂഹമാണ് ഇറാനിൽ ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭിന്നിച്ച് ഭരിച്ച് അവിടെ ഒരു കീഴ്മേൽ ഭരിക്കുക അല്ല കീഴ്മേൽ മറിച്ചിടുക എന്ന് പറയുന്നത് അമ്പെ പരാജയപ്പെട്ട ഒരു തന്ത്രമാണ്, സ്ട്രാറ്റജിയാണെന്നുള്ളത് ഇതിനോടകം തന്നെ പാശ്ചാത്യ പത്രങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു. അവിടെയാണ് ട്രംപ് മറ്റൊരു തന്ത്രം പ്രയോഗിച്ചത്, പ്രൊട്ടസ്റ്റ് കൊണ്ട് കാര്യങ്ങൾ നേടാൻ പറ്റുമെന്ന്. പക്ഷേ പ്രൊട്ടസ്റ്റിന് 3ാമത്തെ തവണയും ഇറാൻ ഭരണകൂടം അടിച്ചമർത്തി കഴിഞ്ഞു. അവിടെ ഏറിയ നഷ്ടമുണ്ടായത് മൊസാദിൻ്റെ ആളുകൾക്കാണ്. മൊസാദിൻ്റെ ഒരുപാട് ആളുകളെ അഴിക്കുള്ളിലാക്കാൻ ഇറാന് വളരെ എളുപ്പം സാധിച്ചു എന്നതാണ് ആ പ്രൊട്ടസ്റ്റ് കൊണ്ട് ഇറാന് കിട്ടിയ ഏറ്റവും നേട്ടം.
അമേരിക്കയ്ക്കും ഇസ്രായേലിനും അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇറാൻ ഭരണകൂടത്തെ വെല്ലുവിളിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണ് അമേരിക്കയ്ക്കുള്ളത്. ട്രംപിനാകട്ടെ അത് നെതന്യാഹുവിനാകട്ടെ എന്തെങ്കിലും ആക്കിയിട്ട് ഈ ഇറാനെ താഴെ ഇറക്കിയാൽ മാത്രമേ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ആ വലിയ ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വലിയ ഒരു പ്രയാസം അവർക്കുണ്ട് താനും. അവിടെയാണ് ട്രംപിനെ ഇടയ്ക്കിടെ പോയി കണ്ടുകൊണ്ട് അടിക്കണമെന്ന് പറയുകയും അടിക്കാനുള്ള എല്ലാ സാമഗ്രികളും സംവിധാനിക്കുകയും ചെയ്തിട്ട് പോലും നേരെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിൽ നെതന്യാഹു എത്തിക്കഴിഞ്ഞാൽ അത്ര സ്പീഡില്ലാതെ വീണ്ടും ചർച്ചയാകാമെന്ന് പറയുന്ന ട്രംപിനെയാണ് പലപ്പോഴും നെതന്യാഹു ഫേസ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആർക്കാണ് പേടിയെന്ന് ചോദിക്കുമ്പം ഒറ്റയ്ക്കിരുന്ന ഇറാൻ ആക്രമിക്കാൻ കെൽപ്പില്ലാത്ത ഒരു ഇസ്രായേലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ അമേരിക്ക കൂടെ നിൽക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്ക അത്ര കണ്ട് കൂടെ നിൽക്കുന്നില്ല എന്ന ഉള്ളിലെ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോ അമേരിക്ക ഇപ്പോൾ എക്കണോമിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ വളരെ വലിയ കടത്തിൻ്റെ മുകളിൽ കടം കയറി നിൽക്കുന്ന രാജ്യമാണ്. എന്നാൽ ആ കടത്തിൻ്റെ മുകളിൽ ഒന്നുകൂടി കടം കയറാൻ ഈ യുദ്ധം കാരണമായേക്കാവോ എന്നുള്ളൊരു പഠന റിപ്പോർട്ട് കൂടി പുറത്തു വന്നപ്പം പെൻഗൺ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്കയുടെ നട്ടെല്ലിന് ക്ഷതം വരും, നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമെന്ന ഒരു വലിയ റിപ്പോർട്ട് ഈ ട്രംപിൻ്റെ മേശപ്പുറത്ത് ഈ പെൻറ്റഗൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ട്രംപ് അത്ര കണ്ടിട്ട് യുദ്ധവുമായിട്ട് മുന്നോട്ട് വരരുത്. ഒരു ഭാഗത്ത് സൈനിക വിന്യാസം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവസാന പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ട്രംപ് ഒരു പുതിയ കരാറിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ അതൊന്നും വലിയ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇവർ ഇരട്ടത്താപ്പ് നയമാണ്. ഇപ്പോൾ ഇതേ സമയത്താണ് ഈ അഥവാ സൗദി അറേബ്യക്ക് ആണവായുധം എന്ന് പറയുന്നത് ആർജിച്ചെടുക്കാൻ പറ്റിയ രാജ്യമാണ് സൗദി. അതിനാവശ്യമായ എല്ലാവിധ സംവിധാനങ്ങളും അമേരിക്ക ചെയ്തു നൽകാമെന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ആണവായുധം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറാൻ ആക്രമിക്കാൻ പോകുന്നു. അതേ അമേരിക്കയാണ് സൗദിക്ക് ആണവായുധം ഉണ്ടാകണം, അത് മേഖലയുടെ സമാധാനത്തിന് ആവശ്യമാണെന്ന് പറയുന്നത്. ഇതാണ് ലോക പോലീസിൻ്റെ ഇരട്ടത്താപ്പ് നയം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കണ്ടീഷനിൽ മുന്നോട്ട് പോയ അലൈൻമെൻറ്റ് ഒക്കുന്നില്ല എന്നുള്ളത് ട്രംപിനും അറിയാം, ട്രംപിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള നാറ്റോക്കും അറിയാം. ഈ യുദ്ധം എവിടെ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ലോകത്ത് ട്രംപിൻ്റെ ഭരണം തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്കും മറ്റൊരു ലോക ഭരണം സംവിധാനിക്കുന്ന രൂപത്തിലേക്ക് ആവിഷ്കരണം നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു ലോകക്രമം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് ഇതിനെ കാഴ്ചപ്പാടുള്ളവർ കാണുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് പലപ്പോഴും പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. പെട്ടെന്നൊരു അറ്റാക്ക് ചതിപ്രയോഗത്തിൽ നടത്തുമോ ഇല്ലയോ എന്നത് അറിയാൻ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഈ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ യുദ്ധം ഈ അടുത്തൊന്നും തുടങ്ങാൻ സാധ്യതയില്ല. മാർച്ച് അവസാന വാരം വരെ നീണ്ടുപോകാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. എന്താണെങ്കിലും കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും ഈ ഇറാൻ വലിയ രൂപത്തിൽ പേടിപ്പിച്ചിട്ട് പേടിക്കാതിരിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണമെന്നും അറിയേണ്ടതുണ്ട്. അതുപോലെ അമേരിക്ക അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും എടുക്കുക എന്നതും നമുക്കറിയണം. കാത്തിരുന്ന് നമുക്ക് ആ വിഷയങ്ങളൊക്കെ കണ്ടെത്തി വീഡിയോ സഹിതം നമുക്ക് ചെയ്യാം. എല്ലാവർക്കും റമദാൻ ആശംസകൾ. നല്ല രീതിക്ക് സമാധാനത്തോടുകൂടി മിഡിൽ ഈസ്റ്റിലെ എല്ലാവർക്കും കഴിഞ്ഞു പോകേണ്ടതുണ്ട്. ലോകത്തുള്ള എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.